നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ട നടനായിട്ടുള്ള ആസിഫ് അലി നായകനെ എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ആദം അയ്യൂബും അർഫാസ് അയ്യൂബും കൂട്ടിയാണ് സിനിമയുടെ കഥ നിർവഹിച്ചിട്ടുള്ളത്. സംവിധാനം അർഫാസ് അയ്യൂബ് തന്നെയാണ്. ഈ ഒരു സിനിമ വലിയൊരു പ്രതീക്ഷയിലാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിട്ടുള്ള ഒരു സിനിമ എന്ന് വേണം ഈ ലെവൽ ക്രോസ് എന്ന സിനിമയെ നമുക്ക് വിശേഷിപ്പിക്കാൻ. ഈ സിനിമ എന്തായാലും വിജയിക്കുമെന്ന് പറയാനുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. അത് ആദ്യം എന്താണെന്ന് നോക്കാം. നമ്മുടെ മലയാള സിനിമ ഇതുവരെ പറയാത്ത തരത്തിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥാപശ്ചാത്തലമായിട്ടാണ് ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ അഭിനേതാക്കളെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ആസിഫ് അലി എന്ന നടൻ, ആ നടൻ എത്രത്തോളം മികച്ച വലിയ നടനാണെന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. ഏതൊരു റോൾ കൊടുത്താലും സിനിമ വിജയമോ പരാജയമായിക്കോട്ടെ, ആ ഒരു വേഷത്തിൽ മിന്നി തിളങ്ങുന്ന ഒരു നടനാണ് ആസിഫ് അലി. അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപവും ഭാവവും വേഷവും തന്നെയായിരിക്കും ഈ സിനിമയിൽ. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കണക്കാക്കാം. സിനിമയുടെ വിജയത്തിൽ ഒരു വലിയ ഘടകം തന്നെയായിരിക്കും ആസിഫ് അലി എന്ന് പറയുന്ന നടൻ. അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നത് അമല പോളാണ്, അതുപോലെ തന്നെ ഷറഫുദ്ദീനാണ്. സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങളൊന്നും ഇല്ല, പക്ഷേ ഉള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്ത അഭിനേതാക്കൾ എന്ന് പറയുന്നത് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ സിനിമ വിജയിക്കുമെന്ന് പറയാൻ ഈ സിനിമയിലെ അഭിനേതാക്കൾ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമയുടേതായിട്ട് ഇറങ്ങിയ ട്രെയിലർ. ഈ സിനിമയ്ക്ക് വലിയ രീതിയിൽ ഹൈപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടതിന് ശേഷം ഈ സിനിമ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണണം, തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിനിമയാണെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച് നിൽക്കും. അതുതന്നെയാണ് ഈ സിനിമയുടെ വിജയത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ളത്. അതായത് ട്രെയിലർ കണ്ടിട്ട് തന്നെയായിരിക്കും ഈ സിനിമയ്ക്ക് ഇത്രയും വലിയ ഹൈപ്പ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇന്ന് റിലീസായിട്ട് ഈ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും സിനിമ കാണാൻ പോകുന്നുണ്ട്. കണ്ടതിന് ശേഷം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ചാനലൊന്ന് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്.